ഹലോ. അപ്പോൾ ദേ ഇന്ന് സാറ്റർഡേ ഈവനിങ് ആട്ടോ. അപ്പോൾ നമ്മൾ ബോറടിച്ചിട്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ശ്രീ പറഞ്ഞു നമുക്കിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാലോ. അത് കേൾക്കാൻ താമസം ദേ ഞാൻ പോയി റെഡിയൊക്കെ ആയിട്ട് നമ്മളിത് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വെജ് കഴിക്കാനാട്ടോ ആഗ്രഹം. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ബിഗിനർ വാല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒക്കസ് മെഡ്ലി മോൾ അവിടെ ആട്ടോ നമ്മൾ കഴിക്കാൻ പോകുന്നത്. അവിടെ വെജ് മാത്രമല്ല കിട്ടും കേട്ടോ, നോൺ വെജൊക്കെ കിട്ടും. അതായത് പിസ്സ ഹട്ടും KFCയും പിന്നെ എന്താ നമ്മുടെ ഐസ്ക്രീം പാർലറും പിന്നെ ഒരു സൈഡിലൊരു റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ട്. അവിടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളിതിന് മുമ്പ് അറിഞ്ഞത് നമ്മുടെ തനിക്കുട്ടിയുടെ അവിടെ വെച്ചിട്ടാക്കുമായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ. നമ്മുടെ വീടിൻ്റെ ഫ്ലാറ്റിന് തൊട്ടടുത്താന്നേ. അങ്ങനെ ദേ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എത്തിയത് പെറ്റ്സ് ആർ നോട്ട് അലൗഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ബോൾഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാ പെറ്റ്സിനും ഒന്നും എല്ലായിടത്തും അലോ ഇല്ലല്ലോ. ഇവിടെ പിന്നെയും ഫ്രണ്ട്ലി ആട്ടോ, പെറ്റ് ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ദേ ശ്രീൻ്റെ ഫേവറേറ്റ് ആണ് ദഹിപ്പൂരി വന്നു. കുഴപ്പമില്ല, സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എവിടെ പോയാലും ഒന്നില്ലെങ്കിൽ മീൽസ് അല്ലെങ്കിൽ മസാല ദോശ എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ മീൽസ് ഇവിടെ കിട്ടില്ല. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ മീൽസൊക്കെ. അങ്ങനെ ദേ നമ്മുടെ പനീർ ടിക്ക വന്നു, ശ്രീൻ്റെ ചോലെ ഭട്ടൂര വന്നു. മസാല ദോശ സൂപ്പറായിരുന്നു. പക്ഷേ ഇപ്പോൾ സാമ്പാർ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. സാമ്പാർ വെള്ളം പോലെ കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഭട്ടൂരയും ചോലക്കറിയും അടിപൊളിയായിരുന്നു. ചോല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ദേ അതൊക്കെ കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ദേ പനീറിലേക്ക് കടന്നു. പനീറും അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല, അത് നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ എൻ്റെ അതിൽ ക്യാബേജ് എത്ര വെന്തിട്ടുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പേ നമ്മൾ ഇവിടുന്ന് പനീർ കഴിച്ചിട്ടുണ്ടായിരുന്നു, അന്നത്തെ ദിവസം നല്ലതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ദേ വയറൊക്കെ ഫുള്ളായി നമ്മൾ ദേ ഫ്ലാറ്റിലേക്ക് പോകണം. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്, ടാറ്റാ ബൈ ബൈ.